ഇനിയുള്ളത് സ്പീക്കർ പദവിയാണ്. ആർക്കാണ് സ്പീക്കർ പദവി കിട്ടുന്നത്? നിലവിൽ നിതീഷ് കുമാറിൻ്റെ ഗ്രൂപ്പിന് 2 കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തു. ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്കും 2 കേന്ദ്രമന്ത്രി പദവി കൊടുത്തു. പക്ഷേ ഇനി അങ്ങോട്ട് സ്പീക്കർ ആരാണ് അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇനി നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇവർ 2 പേരും സ്പീക്കർ പദവിക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയോടും BJPയുടെ വക്താക്കളോടും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന വേളയിൽ സ്പീക്കർ സ്ഥാനം വെറും കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പേരിന് മാത്രമേ ഇതിന് വിലയുള്ളൂ എന്ന് കരുതണ്ട ആരും. സ്പീക്കർ പദവി എന്ന് പറയുന്നത് കൈയിട്ട് വരാൻ സാധിച്ചില്ലെങ്കിൽ പോട്ടെ, അതൊന്നും അവിടെ നടക്കുന്ന ഒരു കാര്യമല്ല. ഈ ലോക്സഭയുടെ ഭരണഘടനയുടെ തലവനാണ് സ്പീക്കർ പദവി. ഈ സ്പീക്കർ പദവി അലങ്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ഹെഡ് വെയ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും എത്ര പെട്ടെന്ന് സ്പീക്കർ അറിയാതെ മുന്നോട്ട് പോകില്ല എന്നും അവസാന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് സ്പീക്കർ